എല്ലാവർക്കും UK NH സോണിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള കുറച്ച് പഠനങ്ങളാണ്. പഠനങ്ങൾ പല പരീക്ഷകളിലും നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പഠനങ്ങൾ നിങ്ങൾ 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിലെ പലതും ചിലപ്പോൾ നമുക്ക് ലിങ്ക് ചെയ്തിട്ട് കുറച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തെ, രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്ന ഏതാണ്? രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത് പത്തോളജിയാണ്. രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നതാണ് പത്തോളജിയാണ്. അങ്ങനെയാണെങ്കിൽ രോഗകാരണങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നതാണ്. രോഗകാരണങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത് എറ്റിയോളജിയാണ്. എറ്റിയോളജിയാണ് രോഗകാരണങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, അലർജിയുടെ കാരണങ്ങളും ചികിത്സയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനം ഏതാണ്? നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. എന്താണ് അലർജിയുടെ? ഇപ്പം എന്താണ് അലർജോളജി. ഓക്കെ, അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. എന്താണ് അലർജോളജി എന്നുള്ളത്. ഇനി അടുത്തത്, പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പകർച്ചവ്യാധികൾ എപ്പിഡെമിയോളജി. പകർച്ചവ്യാധികൾ നോക്കാം. നമ്മൾ അതിൻ്റെ പകർച്ചവ്യാധികൾ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ പഠനങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പുരുഷന്മാരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? പുരുഷന്മാരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ അറിയപ്പെടുന്നത് ആൻഡ്രോളജിയാണ്. ഏതാണ്? ആൻഡ്രോളജിയാണ്. ഓക്കെ. ഇനി അനസ്തെറ്റിക്സും റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ അറിയപ്പെടുന്നത് അനസ്തേഷ്യോളജിയാണ്. അനസ്തേഷ്യോളജി അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഹൃദയ രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ കാർഡിയോളജിയാണെന്ന് നമുക്ക് അറിയാത്ത ആരും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? ഇനി കോശങ്ങളിലെ രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? സൈറ്റോപത്തോളജിയാണ്. ഈ പത്തോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരുപാട് നമുക്കിനി പഠിക്കാനുണ്ട്. സൈറ്റോപത്തോളജിയാണ് കോശങ്ങളിലെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്നുള്ളത്, സൈറ്റോപത്തോളജി. അതുപോലെ ഇപ്പം അങ്ങനെയാണെങ്കിൽ ന്യൂറോപത്തോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നാഡീരോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോപത്തോളജി എന്നുള്ളത്. ഇനിയും എല്ലാം എന്താണ് അവസാനം നമുക്ക് പത്തോളജി എന്നുള്ള വരുന്നതാണ്. അപ്പം മറ്റൊന്ന് ഇപ്പോൾ ഫൈറ്റോപത്തോളജി. ന്യൂറോപത്തോളജി എന്ന് പറഞ്ഞാൽ നാഡീരോഗങ്ങളാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ്. ഇനി ഫൈറ്റോപത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യരോഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഫൈറ്റോപത്തോളജി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈക്കോപത്തോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാനസികാസ്വാസ്ഥ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സൈക്കോപത്തോളജി എന്നുള്ളത്, സൈക്കോപത്തോളജി. ഇനി സൂപത്തോളജി ഉണ്ട്. സൂപത്തോളജി ജന്തുരോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൂപത്തോളജി എന്നുള്ളത്. സൂപത്തോളജി എന്നാണ് ജന്തുരോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൂപത്തോളജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ്? കോശങ്ങളിലെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? സൈറ്റോപത്തോളജിയാണ്. ഇനി ത്വക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം എന്താണ്? നമുക്കറിയുന്നതാണ് ഡെർമറ്റോളജിയാണ്, അല്ലേ? ഡെർമറ്റോളജിയാണ്. പിന്നീട് ഡയബറ്റിസ് മെലിറ്റസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങളിൽ എന്താണ്? ഡയബറ്റോളജി എന്നുള്ളത്. പിന്നീട് രോഗബാധിത കലകളുടെ സൂക്ഷ്മ പഠനം, രോഗബാധിത കലകളുടെ സൂക്ഷ്മ പഠനം അറിയപ്പെടുന്നത് എന്താണ്? ഫിറ്റോപത്തോളജിയാണ്. പത്തോളജിയുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മറ്റൊന്ന്, നാഡീരോഗങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്താണ്? ന്യൂറോപത്തോളജിയാണ്. മരുന്നുകളെ കുറിച്ചിട്ടുള്ള നമുക്കറിയാം, മരുന്ന് എന്താണ്? ഫാർമക്കോളജിയാണ് മരുന്നുകളെ കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത്. ഇനി ടോക്സിക്കോളജി എന്നുള്ള എന്തായിരിക്കും? ടോക്സിക്കോളജി വിഷവസ്തുക്കളും ജീവികളിൽ അവയുടെ പ്രവർത്തനവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് അറിയപ്പെടുന്ന ടോക്സിക്കോളജി എന്നുള്ളത്. ഇനി വാക്സിനോളജി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ജസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന വാക്സിൻ, അല്ലേ? വാക്സിനുകളെ കുറിച്ചുള്ള പഠനമാണ് വാക്സിനോളജി എന്നുള്ളത്. വാക്സിനുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനമാണ് വാക്സിനോളജി എന്നുള്ളത്. ഇനി മൃഗങ്ങളിലെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് സൈക്കോളജി എന്നുള്ളത്. സൈക്കോളജി. ഇപ്പോൾ പത്തോളജി നമ്മൾ പറഞ്ഞു, ജന്തുരോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പത്തോളജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കുറച്ച് പഠനങ്ങളാണ്. നിങ്ങൾ 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്കിത് ഈ ഒരു ഭാഗം ഉപകാരപ്രദമായെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.